കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജ്യോതി, അമ്മ പറയാതെ നീ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. പറഞ്ഞിട്ട് പോകരുതെന്ന് ആരെങ്കിലും പറഞ്ഞോ നിന്നോട്? ദയവ് ചെയ്ത് ഇപ്പൊ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കരുത്. എന്നെ ഒന്ന് പോകാൻ അനുവദിക്കണം. ദേ, നിന്റെ ഇഷ്ടത്തിന് എങ്ങോട്ടെങ്കിലും പോവാനും തോന്നുന്നത് പോലെ പ്രവർത്തിക്കാനും ഇവിടെ പറ്റില്ല. അമ്മ, ഞാനിപ്പോ പോകുന്നത് എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല. എന്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു നാണക്കേടും ഉണ്ടാവില്ല. എല്ലാം ഞാൻ വന്നിട്ട് പറയാം. ഇപ്പൊ അമ്മ എന്നെ തടയരുത്, പ്ലീസ്. അവൻ എടുക്കുന്നില്ല അല്ലേ? ഇല്ല. എന്നാ പിന്നെ ആ ഫോട്ടോസ് അവനും കൂടി അങ്ങ് അയച്ചു കൊടുത്തേക്ക്. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് DK ഇവിടെ എത്തിക്കാൻ വേണ്ടിയാ. പക്ഷെ അവൻ ഫോൺ പോലും എടുക്കുന്നില്ല. നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന? ഞാൻ പൊയ്ക്കോട്ടെ. അതിനൊക്കെ ഇനി സമയമുണ്ട് മോളെ. മൂർത്തി, എന്താ ഇത്? ഏയ്, എടോ, ഹരിപ്രിയ, ഹരിപ്രിയ, ഹരിപ്രിയ എഴുന്നേൽക്ക്, ഹരിപ്രിയ എഴുന്നേൽക്കാൻ, ഹരിപ്രിയ, എടുത്താൻ എന്താ ചെയ്തേ? എന്താ ചെയ്തേന്ന്? ഞങ്ങളൊന്നും ചെയ്തിട്ടുണ്ടോ? ഏയ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നേ. ചെയ്യാതെയാണോടോ പിന്നെ ഇങ്ങനെ കിടക്കുന്നത്? ചെയ്തില്ലെന്ന് പറഞ്ഞില്ലേ? ഹരിപ്രിയ, ഹരിപ്രിയ എഴുന്നേൽക്ക്, ഒന്ന് പിടിക്കണോ? ആശുപത്രി കൊണ്ടുപോകണം. മൂർത്തി, ഹരിപ്രിയ, ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഓക്കെ. നിങ്ങളല്ലേ ആ കുട്ടിയെ കൊണ്ടുവന്നത്? അതെ. എങ്ങനെയുണ്ട് സിസ്റ്റർ? ബോധം തെളിഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വേറെ വല്ല ട്രീറ്റ്മെന്റിലായിരുന്നോ? അറിയില്ല. ജ്യോതി, അവൾക്ക് എന്താ പറ്റിയേ? അത് ആരാ ഇത്? ഇത് ഹരിപ്രിയയുടെ ബന്ധുവാ. ഇത് അവളുടെ ട്രീറ്റ്മെന്റ് പേപ്പേഴ്സ്. നിങ്ങൾ അവിടെ നിൽക്ക്. ആ,
അതെ ഫാർമസിയിൽ നിന്ന് മരുന്ന് വേഗം വാങ്ങിട്ട് വാ. ഞാൻ ശല്യം. അല്ല, ഇവിടെ എന്താ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? ആ സുപ്രിയയുടെ കൂടെയുള്ള ബൈസ്റ്റാൻഡർ നിങ്ങളാണോ? ആര്? സുപ്രിയെ കൊണ്ടുവന്ന ആൾ നിങ്ങളല്ലേ? ഡോക്ടർ, അത് ഹരിപ്രിയാണ്, സുപ്രിയല്ല. ഹരിപ്രിയോ സുപ്രിയോ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആണോ? അല്ല, അത് ഡോക്ടർ മരുന്ന്. നിങ്ങളാണോ കമല? അതെ. അതെ, പേഷ്യന്റ് ബോധം വന്നിട്ടുണ്ട്, നിങ്ങളെ കാണുന്നു പറയുന്നു. വരൂ. കമലട്ടി. അതെ, മോളെ കുഴപ്പമൊന്നുമില്ല കമലേച്ചി. എന്തിനായിരിക്കും ഇവിടെ ഇത്ര കിടന്ന് വിളിക്കുന്നത്? ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കിയാലോ? ഈശ്വര, ഞാൻ എന്ത് പറയും? ആദ്യം സത്യം എന്താന്ന് അറിയട്ടെ. കമലെടുത്തി, അകത്ത് കിടക്കുന്നത് ആരാ? ഹരിപ്രിയാണോ സുപ്രിയാണോ? എന്താ ഇത്? കുട്ടിയോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു.
സുപ്രിയയോ ഹരിപ്രിയയോ? ആരാ നീ? പറ. സുപ്രിയ. ഞാൻ നീ കരുതുന്ന പോലെ ഹരിപ്രിയയല്ല, സുപ്രിയയാണ്, DKയുടെ ഭാര്യ. നിനക്കിത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം, പക്ഷെ വിശ്വസിച്ചേ പറ്റൂ. നോ, നീ കള്ളം പറയാ. നീ ഹരിപ്രിയാണ്, സുപ്രിയല്ല. നീ ആ ഫയലിംഗ് എടുക്ക്. തുറന്നു നോക്ക്. എന്റെ ട്രീറ്റ്മെന്റിന്റെ പർപ്പസ് സുപ്രിയ, വൈഫ് ഓഫ് ദേവ് കൃഷ്ണ. ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഞാൻ ഈ കോയിൻ ഒന്ന് ടോസ് ചെയ്ത് നോക്കിക്കോട്ടെ. എന്തിന്? നിങ്ങളെ ഹരിപ്രിയാണോ സുപ്രിയാണോ എന്ന് കണ്ണൻ തന്നെ പറയട്ടെ. ഇതേ സ്കൂളിൽ വെച്ച് പഠിച്ചൊരു കളിയാ, തെറ്റത്തില്ല. ഹെഡ് വന്ന സുപ്രിയ, ടെയില് വന്ന ഹരിപ്രിയ. പക്ഷെ ഇനി ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ സുപ്രിയാണെന്നുള്ള കാര്യം ഒരിക്കലും DK അറിയരുത്. DK മാത്രമല്ല, മറ്റാരും. നീ എനിക്ക് വാക്ക് തരണം. സുപ്രിയ വന്നതും പോയതും നീ മാത്രമേ അറിയാവൂ. ഇല്ലെങ്കിൽ നിന്റെ ജീവിതം തകരും. ഇതുവരെ നീ എവിടെയായിരുന്നു? എന്തുകൊണ്ട് ഇത്രയും കാലം നീ വന്നില്ല? പറയാം, എല്ലാം വിശദമായി പറയാം. DKക്ക് നിന്നെ ജീവനാ, എന്നോട് പറഞ്ഞിട്ടുണ്ട് പലവട്ടം. അതിനേക്കാൾ സ്നേഹം നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി DKയുടെ ലൈഫിൽ നീ മാത്രം മതി. പക്ഷെ ഈ സത്യം ഞാനും നീയും അല്ലാതെ മറ്റാരും അറിയരുത്. DKയുടെ മുന്നിൽ ഞാൻ എന്നും ഹരിപ്രിയയായിരിക്കും.
എന്നെ സുപ്രിയയുടെ അടുത്താക്കിയത് പൗർണമിയാ. ഒരു കാര്യം മാത്രമേ പൗർണമി എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. സുപ്രിയ മരിക്കുന്നവരെ ഞാൻ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന്. അത് ഞാൻ പാലിക്കും. എന്താ സുപ്രിയക്ക്? അത് ഞാൻ പറയാം. ഞാൻ പൗർണമി. സുപ്രിയയുടെ അവസാനത്തെ ആഗ്രഹം അത് സാധിക്കാൻ വേണ്ടിയാ അവൾ ഇങ്ങോട്ട് വന്നത്. അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആ വീട്ടിൽ, DKയുടെ അരികിൽ, ആരും തിരിച്ചറിയാതെ കുറച്ചു ദിവസം എല്ലാം ഒരിക്കൽ കൂടി കണ്ട് ആരെയും ഒന്നും അറിയിക്കാതെ തിരിച്ചു പോകാനാ സുപ്രിയ വന്നത്. ഡോക്ടർ എന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ജ്യോതി, ഞാൻ സുപ്രിയ ഒന്ന് കണ്ടിട്ട് വരാം. ബാക്കി അത് കഴിഞ്ഞ് പറയാം. പൗർണമി, നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. ജ്യോതിയോട് സത്യം പറയേണ്ടി വന്നു. നമുക്ക് തിരിച്ചു പോവാം ബാംഗ്ലൂരിലേക്ക്. ഡോക്ടർമാരുമായി ഞാൻ സംസാരിച്ചു. എത്രയും വേഗം നിന്നെ അവിടെ എത്തിക്കാനാണ് അവര് പറയുന്നത്. വേണ്ട പൗർണമി, ഞാനിനി എങ്ങോട്ടും ഇല്ല. പിന്നെ DKയുടെ അടുത്ത് ഇനിയുള്ള കാലം എനിക്ക് ജീവിച്ച് മരിക്കണം. അപ്പൊ ജ്യോതിയോ? അവൾ അതിന് സമ്മതിക്കോ? എത്ര നാൾ ഇങ്ങനെ എല്ലാം മറച്ചു വെക്കാൻ സാധിക്കും? ജ്യോതി വിചാരിച്ച അതിന് സാധിക്കും. ഇനി അവളുടെ ദയയാണ് എനിക്ക് വേണ്ടത്. അത് നടക്കില്ല. നിന്നെ തിരിച്ചു കൊണ്ടുപോയേ പറ്റൂ. എനിക്കിവിടെ ജീവിച്ച് മതിയായില്ല പൗർണമി. ജ്യോതിയെ നീ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. മരിക്കാൻ പോകുന്നവളുടെ അവസാനത്തെ യാചനയാണ്. കുറച്ച് ദിവസങ്ങൾ അത് മാത്രമേ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നുള്ളൂ. അത്രയും ദയെങ്കിലും ജ്യോതി എന്നോട് കാണിക്കില്ലേ? ഹലോ. ഒരു മിനിറ്റ്, വിളിക്കാം. എന്താ കമലേച്ചി? എപ്പോ? ശരി ശരി.